ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ ഈ ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി വരുത്താമെന്ന് കരുതി. കാരണം 2-3 ദിവസമായിട്ട് എൻ്റെ വാലന്റൈൻസ് ഡേ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കുറച്ച് പേർക്ക് നല്ല ഹാർട്ട് അറ്റാക്ക് വന്നിട്ടിരിക്കുകയാണേ. എന്താണെന്നോ, ഈ കാണുന്നത് ഒറിജിനൽ ഗോൾഡ് ആണെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഒറിജിനൽ ഗോൾഡ് ആണെങ്കിൽ തന്നെ എന്താ, നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ അസൂയപ്പെടുകയാണോ വേണ്ടത്? പിന്നെ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് മനസ്സിലായി കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ എൻ്റെ ഇൻലോസിനൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുത്ത് വലിയ ബുദ്ധിമുട്ടണമെന്നില്ലെന്നേ. അവരുടെ ഫോണിലൊക്കെ ഞാൻ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വീഡിയോ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ അവർക്ക് കിട്ടുകയും ചെയ്യും, കാണുകയും ചെയ്യും. ഇതാണ് നമ്മൾ ഡെല്ലോസിന് വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ്. ദൃഷ്ടിദോഷം വരാതൊരു ഈവിൾ ഐയുടെ ചെയിൻ. പിന്നെ ഞാൻ ഇതിൽ നിന്ന് ഒരു ഇയറിങ്സ് ആണ് എടുത്തത്. ആദ്യം കാണിച്ച ആ ബാങ്കിൾ അത് ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി എടുത്തതാണെന്നേ, അത് ഞാൻ എടുത്തിട്ടില്ല. ഒരു ഇയറിങ്സ് ആണ് നമ്മൾ എടുത്തത്. പിന്നെ ഇത് വജ്ര ജ്വല്ലേഴ്സ് സഫാരി മാളിൻ്റെ അകത്തുള്ളതാണേ. ഇത് 1 ഇയർ റീപ്ലേസ്മെന്റ് വാറന്റിയോട് കൂടിയുള്ള ഗോൾഡ് പ്ലേറ്റഡ് ജ്വല്ലറിയാണ്. പിന്നെ ഗോൾഡിനൊക്കെ ഇത്രയും വില കൂടിയിരിക്കുമ്പോൾ ഇതൊക്കെ തന്നെയല്ലേ ഒരു ആശ്വാസം. പിന്നെ നമ്മൾ ഗോൾഡൊക്കെ എടുക്കും, ബർത്ത്ഡേക്കും വെഡിങ് ആനിവേഴ്സറിക്കും ഒക്കെ ഗോൾഡ് എടുക്കും. അതപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് അതിൽ പറയുകയും ചെയ്യും. ഇതിപ്പോൾ എന്തായാലും നല്ലൊരു കോമഡി ആയിപ്പോയി. ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് ഗോൾഡ് ആണെന്ന് കരുതിയിരുന്ന ആൾക്കാരുടെ അവസ്ഥയെ ഓർത്തിട്ട് തന്നെ ചിരി വരുന്നു. ബൈ ദ ബൈ, അതിനുശേഷം നമ്മളൊരു ഡിന്നറിന് പോയിട്ടുണ്ടായിരുന്നു. വീക്കിലി എല്ലാ ദിവസവും നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നവരല്ലേ, രാവിലെ പോകുന്നു വൈകിട്ട് വരുന്നു. സോ ഒരു വീക്കെൻഡ് കിട്ടുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഡിന്നറിനെങ്കിലും പോകണ്ടേ. എന്തായാലും നയാബന്തിയിലെ ഫുഡ് അടിപൊളിയായിരുന്നു. വീഡിയോ കണ്ട് എൻ്റെ വീട്ടിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലോട്ട് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തോ. അപ്പം ശരി, ടാറ്റാ, ബൈ ബൈ.